ജോലി ചോദിച്ചാൽ അതിനുശേഷം അദ്ദേഹം ചെറിയൊരു ഡിവോഷൻ കൊടുക്കും. ഡിവോഷന് ശേഷം അദ്ദേഹം നമുക്ക് എഴുതിട്ട് To God be the glory, to God be the glory, great things He has done. അത് പാടുമ്പോൾ എല്ലാ ആളുകളും വരികൾ തെറ്റാതെ സ്റ്റാൻസുകൾ കറക്റ്റാണ് പാടും. വാക്യങ്ങൾ മറന്നുപോകും, ബന്ധങ്ങൾ മറന്നുപോകും, ജനിച്ച സ്ഥലവും ഊരും പേരും ഭൂപ്രകൃതി പോലും മറന്നുപോകും. മറക്കാതെ മായാതെ മങ്ങാതെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് കുഞ്ഞനാണ് നമ്മുടെ അമ്മച്ചിമാർ നമ്മുടെ ചെവി പാടിത്തന്നത്. ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിന് കരുത്തതാണ്. എത്ര പേരാണ് ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ ഒരു പ്രസംഗം കേൾക്കുന്നത്? വളരെ കുറവാണ്. എന്നാൽ ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ ഒരു പാട്ട് മനുഷ്യനെ ആലസ്യത്തിൽ നിന്നും അവനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിക്കും. അവനൊരു പുതിയ ഊർജം കൊടുക്കും. അവനൊരു പുതിയ പാത അവന് വേണ്ടി വെട്ടി തുറക്കും. അതാണ് സംഗീതത്തിന്റെ ബലം, അതാണ് സംഗീതത്തിന്റെ ശ്രേഷ്ഠത. ഇനി മാത്രമല്ല, പാടണം എന്നുള്ളത് 400 പ്രാവശ്യം പറയുന്നത്. നിങ്ങൾ ദൈവത്തിന് വേണ്ടി പാടണമെന്ന് 400 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 20 പ്രാവശ്യത്തോളം മ്യൂസീഷ്യൻസിനെ കുറിച്ച് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ ലെവൈറ്റ്സ്, പ്രീസ്റ്റ് ആൻഡ് ദ മ്യൂസീഷ്യൻസ്, ലേവ്യർ, പുരോഹിതർ, സംഗീതക്കാർ എന്ന് പറഞ്ഞാൽ ലേവ്യർക്കും പുരോഹിതർക്കും എന്തുമാത്രം പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യമാണ് ആർക്ക്? സംഗീതക്കാർക്ക്. ഡി.എൽ. മൂഡി, നമുക്കറിയാം, ഡി.എൽ. മൂഡി ലോകത്തെ വളരെയധികം ചലിപ്പിച്ച ഒരു പ്രസംഗമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കണ്ണുകളുടെ ആളുകൾ മുൻപോട്ട് അനുദാപത്തോടെ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ബിഫോർ ഐ കം സാങ്കി വിൽ കം ആൻഡ് സിംഗ് സോങ്. സാങ്കി എന്ന് പറയുന്ന ദൈവദാസൻ വന്ന് പാടും. And he says, he prepares the ground and I sow the seed. നിലങ്ങളെ ഉഴുവാൻ വേണ്ടി ഉഴുതുവാൻ വേണ്ടി ദൈവം സാങ്കിയുടെ ഗാനങ്ങൾ ഉപയോഗിക്കും. അവിടെ വിത്തർക്ക് മാത്രമാണ് എൻ്റെ ജോലി. പ്രിയമുള്ളവരെ, നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ഒരു പ്രസംഗകന്റെ ശുശ്രൂഷയെക്കാളും ഒരു പാസ്റ്ററുടെ ശുശ്രൂഷയെക്കാളും ഒട്ടും താഴെയല്ല. ഒരാളെ കുറിച്ച് പറയുന്നത് പിന്നണി അല്ലേ? നമ്മളാരും പിന്നണിയിലല്ല, പിന്നണിയാണ്. നമ്മൾ മുന്നണിയിൽ നിൽക്കുന്നതാണ്. കർത്താവിന് വേണ്ടി ഏറ്റവും നമ്മുടെ ശബ്ദം ഉയർത്തുന്ന ആളുകളാണ്. ഇനി നമുക്ക് പ്രസംഗകർക്കും പാട്ടുകാർക്കും വേണ്ടി ഒരു കോമൺ പദപ്രയോഗമുണ്ട്. അതറിയാം, സുല്ലറിയാം, തൊണ്ടത്തൊഴിലാളികൾ. ചില പാട്ടുകൾ പറയാൻ പറയുമ്പോൾ 2 ദിവസമാണ് ഭയങ്കര പനിയായിരുന്നു, തൊണ്ട അത്ര ശരിയല്ല, പാടിയ ശരിയാവുന്നില്ല, ഇച്ചിരി ക്രാക്കുണ്ട്, തൊണ്ട പോയപ്പോൾ നമ്മൾ പോയി. അതുകൊണ്ട് പ്രസംഗകരെ പാട്ടുകാരെ വിളിക്കുന്നതാണ് തൊണ്ടത്തൊഴിലാളികൾ. പക്ഷെ ഇതിൻ്റെ അകത്തുകൂടെ വരുന്ന സാധനം ഉണ്ടല്ലോ, അതെങ്കിലും എല്ലാവർക്കും കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വാസികൾ ഇന്ത്യയിൽ കേരളത്തിലുണ്ടെങ്കിലും ഈ 540 ആളുകൾ ഇതിനകത്തുള്ളവരും അതിന് പുറത്തുള്ളവരും അവർക്ക് മാത്രം ദൈവം വിശിഷ്ടമായി കൊടുത്തിരിക്കുന്നത് കഴിവാണ്. എഴുതുക, ട്യൂൺ ചെയ്യുക, പാടുക, പശ്ചാത്തല സംഗീതം ഉപയോഗിക്കുക. അതുകൊണ്ട് ദൈവം പറയാം, കർത്താവിന് വേണ്ടി പാടുക. 50 പ്രാവശ്യം സിംഗ് 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ വാക്യങ്ങൾ മാത്രം പെട്ടെന്ന് വായിച്ചോ. അവനെൻ്റെ വായിൽ പുതിയൊരു പാട്ടൊന്നും നമ്മുടെ ദൈവത്തെ സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയെ ആശ്രയിക്കും. സങ്കീർത്തനം 40:3. സങ്കീർത്തനം 49:4. ഞാൻ സദൃശവാക്യത്തിൽ ചെയ്യിക്കും, കിന്നര നാളത്തോടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും. സങ്കീർത്തനങ്ങൾ 57:7. ഞാൻ മനസ്സ് വച്ചിരിക്കുന്നു, ദൈവം എന്നെ മനസ്സ് വച്ചിരിക്കുന്നു, ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. സങ്കീർത്തനങ്ങൾ 95:1. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പെടുക. സങ്കീർത്തനങ്ങൾ 71:23. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത് എൻ്റെ പ്രാണനും ഘോഷിച്ചായിരിക്കും. സങ്കീർത്തനം 98 മുഴുവൻ പാടാനുള്ള ആഹ്വാനമാണ്. വീണ്ടും ഞാൻ മുൻപോട്ടുള്ള 101 സങ്കീർത്തനം 1 വാക്യം, ഞാൻ ന്യായത്തെ കുറിച്ച് പാടും, യഹോവ ഞാൻ നിനക്ക് കീർത്തനം പാടും. 105:2. അവന് പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിക്കും. യഹോവയെ സ്തുതിപ്പിൻ, യഹോവ നല്ലവനല്ലോ, അവൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യും, അത് മനോഹരം. സങ്കീർത്തനം 150 മുഴുവൻ പാട്ടിനെ കുറിച്ചും പാട്ടിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചുമാണ്. മ്യൂസിക് ഈസ് ഗോഡ്ലി, ഇറ്റ് ഈസ് ഡിവൈൻ, ഇറ്റ്സ് ഹെവൻലി. എന്നാൽ പിശാച് ദൈവം എന്ത് ചെയ്യാണോ ഉപയോഗിക്കുന്നത് അതിനെ നേരെ തിരിച്ച് അവൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി he abuses music. അതുകൊണ്ട് ദൈവത്തിന് പ്രീതിയില്ലാത്ത ചില സംഗീതങ്ങളുണ്ട് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോശ പർവ്വതത്തിൽ 10 കൽപ്പനകൾ പ്രാപിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോയി തിരികെ വരുമ്പോൾ അവൻ നോക്കിയാണ് വലിയൊരു ശബ്ദം. അവൻ പറയുന്നു, ജയ്
റിച്ചാർഡ്സ്. 90-കളിൽ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഇംഗ്ലീഷ് മ്യൂസിഷ്യനാണ് ക്ലിഫ് റിച്ചാർഡ്. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, why should the devil have all good music? എന്തിനാ പിശാചിന് ഏറ്റവും നല്ല സംഗീതം നമ്മൾ വിട്ടുകൊടുക്കുന്നത്? അത് ദൈവത്തിന്റെ പ്രോപ്പർട്ടി അല്ലേ? Give our best to God. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം ഈ പിശാചെ അബ്യൂസ് ചെയ്തിരിക്കുന്ന, ദുരുപയോഗം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. പണ്ടൊക്കെ ഉണ്ടല്ലോ നിരർത്ഥകതാവാദം, എക്സിസ്റ്റൻഷ്യലിസം, അവന് പ്രതീക്ഷകളില്ല. ലോകത്തിലെ മനുഷ്യനെ ഓടെ നോക്കിയാൽ ആകാശം, താഴെ നോക്കിയാൽ പ്രതീക്ഷയില്ല. പക്ഷെ വേഗത്തിനപ്പുറം ഗോളങ്ങൾക്കപ്പുറം ജീവനുള്ള ദൈവം നമുക്കുണ്ട്. പ്രത്യാശയില്ലാത്ത നിരർത്ഥകരമായ വാക്കുകൾ പാടിക്കൊണ്ടിരിക്കും, അർത്ഥമില്ലാത്ത വരികൾ അവൻ ചൊല്ലിക്കൊണ്ടിരിക്കും. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. അവൻ പറയും, സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, കണ്ണീരിൽ തുടങ്ങും ചിരിയായി വളരും കണ്ണീരിലേക്ക് മടങ്ങും. നാഴികമണിയുടെ സ്പന്ദനഗാനം, ഈ വിശ്വ ചൈതന്യഗാനം. കാലം വളർക്കും, സൂചി മരിക്കും, കാലം പിന്നെയും ഒഴുകും. അവരുടെ റിലേറ്റീവ്സാണ്, അതൊരു വീക്ഷണമാണ്, ഒരു ലോകവീക്ഷണമാണ്. There's nobody to question. There's no authority. I decide what is true for myself. സത്യം എന്താണെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ പേര് സത്യാന്തര ലോകം എന്നാണ്. പോസ്റ്റ് ട്രൂത്ത് വേൾഡ്. പോസ്റ്റ് മോഡേണിസം അത് കഴിഞ്ഞു പോയി. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് മോഡേണിസത്തിലാണ്. ഉത്തരാധുനികത കഴിഞ്ഞു പോയി. Now we are the standard. Man is the standard for reality and truth. ഈ ഇടയ്ക്കൊക്കെ പാടാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വരികൾ മാത്രം വായിക്കാം. നാലും നന്മകനെ പൊന്മകനെ മുത്തായവനെ, പേനാക്കത്തി കൊണ്ട് വിദ്യാരംഭം, ഐശ്വര്യം, തോക്കിൻ കാഞ്ചി ഒരു ശീലം, പണ്ടേ മാറാത്ത വ്യാധി, നെഞ്ചിൽ പൂട്ടി വെച്ചോർ അംഗക്കരി, തീരാത്ത വാശി, അണ്ണൻ മീശ വെച്ചോർ ആട്ടപ്പുറം, ഇടയാൻ വരുന്നവർക്കും നിന്നവർക്കും പണ്ടേ ആപത്ത്, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, ഞൊടിയിൽ മതയാനും മെരുക്കിയിടും കരുത്ത്, ഇതിനെ പടച്ചു വിട്ട കടവുകൾക്ക് 10 10. ഞാനിപ്പോൾ പാട്ടിന്റെ വരികൾ വളരെ ശ്രദ്ധിക്കുന്നതാണ്. ബിക്കോസ് ആർക്കിയോളജി, അതിൽ ദൈവശാസ്ത്രമാണ് എൻ്റെ താല്പര്യം. അപ്പൊ ഈ വരി എഴുതിക്കുകയാണ്, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചു ലോകം പോകുന്നൊരു പോക്ക്. അപ്പോൾ ഇത്രയും വൈകാരിക ക്ഷുഭിതനായ യുവജനങ്ങൾക്ക് അവർക്കൊരു മാർഗദർശനം കൊടുക്കാൻ നമ്മളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. തമിഴില് ചെറുപ്പക്കാർക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ് ഞാങ്ക വേറെ മാതിരി ബ്രോ. എത്ര പേർക്ക് അറിയത്തില്ല ആ പാട്ട്. ഞാങ്ക വേറെ മാതിരി ബ്രോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വ്യത്യസ്തരാണ്. Musicians here. We have a different music. We have a different message. We have a different point. We have a different attitude to life. We have a different view to the world. ഞങ്ങളെല്ലാം വ്യത്യസ്തരാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പോലെ ഞങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന മൈക്രോഫോൺ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ വരുന്നത് വ്യത്യാസമാണ്. മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണ് ഞങ്ങൾ തരുന്നത്. CMF should make a transformation in the land of Kerala and also eventually all over India. ഈ 45 മിനിറ്റിനുള്ളിൽ 5 കാര്യം ഞാൻ പറയും. ആ 5 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, ഈ സംഗീതം എന്ന് പറഞ്ഞാൽ എൻ്റെ വിളിയാണ്. മ്യൂസിക് ഈസ് മൈ കോർ. പകരം ദാവീദിന്റെ പുത്രനായ ശലോമോൻ പണികഴിച്ച ആലയത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് 1 ദിനവൃത്താന്തം 6:31-32 വാക്യങ്ങളാണ്. അവിടെ പാടുവാൻ വേണ്ടി സംഗീത ശുശ്രൂഷയ്ക്ക് ലേവിയിൽ നിന്നുള്ള പ്രതിനിധികളെ അവൻ നിയമിച്ചു. മലബാറുകാരനാണ്. എനിക്ക് ആന്റി മലബാറുകാരൻ സെയിം വിഷയം. അപ്പൊ ഞങ്ങളവിടുത്തെ രക്ഷിക്കപ്പെടും. അപ്പൊ അവരുടെ സംഗീതം വാക്യ പ്രതിവാക്യമായിട്ട് പറഞ്ഞു വായിക്കാൻ പറഞ്ഞു ഓൻ നല്ലവരല്ലോ, ഓൻ്റെ നമുക്കറിയാം സംഗീതത്തിൽ 136 26 പ്രാവശ്യം ആവർത്തിച്ചു വന്നില്ല അവൻ്റെ ദയ. ആ ദയ എന്നുള്ള വാക്ക് ഒറ്റ വാക്കല്ല, അത് നല്ല പരിഭാഷയല്ല. കാരണം എന്താ വെച്ചാൽ ഈ വാക്ക് ശരിക്കും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ദൈവം മനുഷ്യനോട് ഉടമ്പടി ഉണ്ടാക്കിയതുകൊണ്ട് അവനെ വിട്ടുമാറാൻ പറ്റാത്ത ഒരു ഹൃദയ വികാരം നമ്മളോടുള്ളതുകൊണ്ട് നമ്മളോട് പറ്റിച്ചേർത്ത ഹൃദയം, കരുണയും, സ്നേഹവും, അരിവും എല്ലാം മൊത്തമായി നമ്മളിലേക്ക് ചൊരിയുന്നതിന് ഒരൊറ്റ വാക്കില്ലാത്ത ഉപയോഗിച്ചിരുന്ന വാക്കാണ്. എന്താ? അവന്റെ
പാടാൻ വേണ്ടി ട്രെയിൻഡായ ആളുകൾ നമ്മൾ ചേരാൻ വേണ്ടിയാണ്. നിങ്ങൾ എപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാ പാടാൻ ദൈവം കേൾക്കുന്നത്? എത്രയോ ആളുകളുണ്ട് പിച്ച് പാടാത്തവർ, അടുത്ത പിച്ചു കൊടുത്താൽ പോലും പാടാത്തവരുണ്ട്. ഞാൻ അത് കുറിച്ച് വേറെ വെച്ചു. താളത്തിൽ പാടാത്തവർ, പാടിയ വെള്ളി കളിക്കുന്നത്, വെള്ളി സ്വപ്പം കളിക്കുന്ന അല്ലേ? അപ്പോ ഈ ദൈവത്തിന് നമുക്ക് കഴിവുണ്ട്. എന്ത് ഈ വിരലത്തിൽ നല്ല മനോഹരമായി പോകുന്ന ദൈവത്തിന് കഴിവുണ്ട്. ഈ മസിൽസിന് ദൈവശക്തിയുണ്ട്. ഒരു വയലിൻ വായിക്കാൻ, ഗിറ്റാർ വായിക്കാൻ, അല്ലെങ്കിൽ കീബോർഡ് വായിക്കാൻ, പാടാൻ, അല്ലെങ്കിൽ എഴുതാൻ, ട്യൂണിടാൻ. എങ്ങനെയാണ് ഈ കഴിവ് നമുക്ക് ചോദിച്ചാൽ നമ്മളെ കൊണ്ട് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടി ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ അതിനാവശ്യമായ കഴിവുകളൊക്കെ ചേർത്താണ് നിങ്ങൾ വിളിച്ചത്. That means you are called for a ministry. Yes, brothers and sisters, we are not entertainers. മിമിക്രി, മോണാക്ടും, ഡാൻസും അതുപോലെ സിനിമയും മാജിക്സും ഒക്കെ ചെയ്യുന്ന എന്റർടൈനേഴ്സ് അല്ല നമ്മൾ. ഞാൻ എന്താ പറഞ്ഞത്, മോശ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പാട്ടിന്റെ അബ്യൂസാണ്. ഒരു വലിയ ബൈബിൾ സൊസൈറ്റി ചോദിച്ചു, ഒത്തുവാക്കുള്ള ബൈബിളുണ്ടോ? ഈ ഒത്തുവാക്കുള്ള ബൈബിളുണ്ട്, അതുപോലെ ഒത്തുവാക്കുള്ള ബൈബിൾ. അപ്പോൾ ബൈബിൾ വെച്ച് കുത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ കുത്തിപ്രസംഗം അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്രസംഗത്തെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ഈ പാട്ടിനകത്ത് കുത്തിപ്പാട്ടുണ്ട്. കുത്തുപാട്ടല്ല, അതുകൊണ്ട് ഈ കുത്തിപ്പാട്ടെന്ന് പറഞ്ഞാൽ ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത്. ഉദാഹരണത്തിന് രണ്ടുപേരും ഭയങ്കര എതിർപ്പാണ് ചർച്ചയിൽ, രണ്ട് മുപ്പന്മാരാണ്. അപ്പൊ ഒരാള് പ്രാർത്ഥിച്ചു ഇരുന്ന് പറഞ്ഞ മറ്റാള് കള്ളന്റെ പ്രാർത്ഥന മനസ്സിലായി ഉപയോഗിച്ചത് പാട്ട് മറ്റവനെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു ചങ്ങാതിടം ഒരു കക്ഷണ മകൻ പാട്ട് ഭയങ്കര തലവല വീട്ടിൽ തന്നെ ഇപ്പോൾ വീട്ടിൽ കാശെടുത്ത് പോയി ഉഴപ്പുക. അവസാനം ഇവനെ ഗൾഫിൽ ജോലി ഒപ്പിച്ചു. അപ്പൻ ആ ഓണക്കോട്ടെ ഭയങ്കര തലവല്ലേ പറയാൻ വിടാന്ന് വിചാരിച്ചു. ഗൾഫിലേക്ക് പോകാൻ വേണ്ടി എന്റെ തലേ ദിവസം വീട്ടിൽ പ്രാർത്ഥന വെച്ചു. അപ്പൊ അപ്പൻ ചെന്നൊരു സാക്ഷ്യം, ആ സാക്ഷ്യത്തിലൂടെ സാധാരണ പാട്ടായിട്ട് കൂടെ പോകുന്നത്. അപ്പൊ അപ്പൻ പറഞ്ഞു, അപ്പനപ്പോ പാടി അതേ പറഞ്ഞ പാട്ട് ഇതാണ്, എന്റെ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. ആ പാട്ടാണ് അപ്പം പാടിയത്. മകനേതാണ് അപ്പൻ്റെ അടുത്ത്. മോന് സാക്ഷ്യം വന്നപ്പോൾ മോനിന്റെ കുറെ സാക്ഷ്യമൊക്കെ പറഞ്ഞ ശേഷം അവസാനം പറഞ്ഞു, ഞാൻ പറഞ്ഞ ഉദ്ദേശം പാട്ടുകൾ പോലും മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി റോങ് പർപ്പസ്, തെറ്റായ ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വിളിയെക്കുറിച്ച് നല്ല ബോധ്യങ്ങൾ വേണം. നമ്മളെല്ലാം ക്രിയേറ്റീവാണ്. See, God is a creative God. He created the universe so wonderfully and so magnificent and so uniquely. അതുകൊണ്ട് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം ദൈവങ്ങളുടെ കാര്യമാണ്. ഏതാ സർഗാത്മകത പറയുന്ന സാധനം. ഈ സർഗാത്മകത നമുക്ക് ചില പ്രശ്നമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു 4 വരി സാധാരണക്കാരൻ 4 വരി ഉണ്ടാകാൻ കവിതയായിട്ട് കാര്യം, നമ്മൾ കവിതയായിട്ടല്ല കാര്യം, നമ്മൾ ട്യൂണായിട്ട് കാര്യം. ശരിയല്ലേ? പല വരിക്കുന്ന ആൾക്ക് സാധാരണ ആകാശത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരും വെറും മേഘങ്ങൾ കാണുമ്പോൾ ഇവൻ കാണുന്നത് ക്രിസ്മസ് അപ്പൂവിനായിരിക്കും, അല്ലെങ്കിൽ ആട്ടുകുട്ടിയായിരിക്കും. കാരണം അവന്റെ രൂപങ്ങളായിട്ടാണ്. നമ്മുടെ മനസ്സിന്റെ പ്രത്യേകതയാണ്. ഈ സർഗാത്മകതകളൊക്കെ ചില വീക്ക്നെസ്സുകളുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടില്ല വളരെ പ്രശ്നം. ഒന്നാണ് ഡിസിപ്ലിൻ ആവുന്നില്ല. എന്നോട് പറയരുത്, ഇത് പറഞ്ഞില്ലാതെ ഇത് പറയാതെ നമുക്ക് നിർത്തി. ഒന്നാം നമുക്ക് ഡിസിപ്ലിൻ. ഏത് കാര്യത്തിലാണ് ഡിസിപ്ലിൻ? അത് ഒന്നിനും ഭക്ഷണത്തിന് ഡിസിപ്ലിൻ ഇല്ല, കിടന്നുറങ്ങുന്നതിന് എഴുന്നേൽക്കുന്ന ഡിസിപ്ലിൻ ഇല്ല. നമ്മുടെയൊക്കെ റൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവിടുത്തെ വൃത്തിയുടെ കാര്യത്തിൽ ഡിസിപ്ലിൻ ഇല്ല. മക്കളെ വളർന്ന കാര്യത്തിലെ പക്ഷേ ഡിസിപ്ലിൻ കാണില്ല. ഫാമിലിയുടെ കാര്യത്തിൽ ഡിസിപ്ലിൻ കാണില്ല. ഡിസിപ്ലിൻ ആണ് വേറൊരു ഏരിയയാണ് പണത്തിൻ്റെ കാര്യത്തിൽ. ഇന്ന് 10,000 കിട്ടി, നേരെ കടയിലോട്ട് പോയി നല്ലൊരു വസ്ത്രം വാങ്ങി. അപ്പോൾ ഭാര്യ, കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസം, വീട്, ലോണ്, കാറ്, മരുന്ന്, അത് വീട്ടിൽ അമ്മയ്ക്ക് വേണ്ട അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ആ ഡിസിപ്ലിൻ ബിഫോർ ഗോഡ്. ലാക്ക് ഓഫ് ഡിസിപ്ലിൻ നമ്മുടെ ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം പറഞ്ഞാൽ there is no control of our emotion. പെട്ടെന്ന് എന്താവും? ബോറടിക്കും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ഡൗൺ ആകും. ബ്രദർ ആ പാട്ട് പോലെ കേട്ടോ എന്ന് പറഞ്ഞാൽ ഹാപ്പിയോട് മിണ്ടത്തില്ല. അതൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ഗിറ്റാറുകാരൻ നല്ലപോലെ വായിക്കുന്ന സമയത്ത് അവരക്കാരൻ്റെ ഒരു അവരെല്ലാവരും നോക്കുന്നത്, എന്നെയാണ് നോക്കുന്നില്ല. അവൻ നല്ലപോലെ അടിച്ചു വരുമ്പോൾ കീബോർഡുകാരുടെ പ്രശ്നം, അവരെല്ലാവരും നോക്കുന്നത് എന്നെയാരും ശ്രദ്ധിക്കുന്നില്ല. നമ്മളിലേക്ക് അട്രാക്ഷൻ വരുന്നുണ്ട്. കാരണം മ്യൂസിക് അങ്ങനെയാണ്. നമ്മളിലേക്ക് അട്രാക്ഷൻ വരുന്നത്
നമുക്കൊരു അഹംഭാവം ഉണ്ടാകാനുള്ള സാധ്യത. ഒരുപക്ഷെ സംഗീതത്തിൽ തന്നെ വീണ്, ജീവിതത്തിൽ തന്നെ വീണ്, ധാർമ്മികതയിൽ നിന്ന് വീണ് പോകാനുള്ള സാധ്യതയുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് നമ്മൾ. അവ എന്തുമാത്രം കൃപ നമുക്ക് വേണം. Sometimes we have no discipline and we have no control of emotion. ചിലപ്പോൾ നമ്മൾ വളരെ ഡാമാണ്, വളരെ ഒരു മൂടില്ല. God's gift is not according to a mood. എനിക്ക് മൂട് വരുമ്പോൾ ഞാൻ ദൈവത്തെ സേവിക്കാൻ വേണ്ടിയാണ് ദൈവം കൈവിടുന്നത്. അല്ല, അതൊരു പ്രശ്നം. പിന്നെ നമുക്കൊരു പരിധി സാധിക്കും, നോ ലിമിറ്റേഷൻ. നമ്മുടെ മാത്രം പ്രത്യേകത. സർക്കാർമാരെ പോലുള്ള നാലാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും ഫ്യൂച്ചറാണ് ജീവിക്കുന്നത്. ഇന്നത്തെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അടുത്ത പരിപാടി. അപ്പൊ ഇന്നത്തേക്ക് കരുതുന്നില്ല, നാളത്തേക്ക് ഒരു കരുതുന്നില്ല. കാരണം their mind is always flying to the future. So they are not consistent. അല്ലേ? ഞാൻ പറഞ്ഞു, വികാരം ഏറ്റവും നന്നായിട്ട് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന മേഖലയാണ്. അതുകൊണ്ടല്ല നമുക്ക് പലതരത്തിലുള്ള പാട്ട്, നൃത്തം ചെയ്യാനുള്ള പാട്ട്, ശോകങ്ങൾ, വിരഹങ്ങൾ, അല്ലേ? എന്തിനും ഏത് ഒക്കേഷൻ നമുക്കുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വികാരം പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മാധ്യമമാണ് സംഗീതം. മ്യൂസിക് ഈസ് മൈ ഇമോഷൻ. വേദപുസ്തകത്തെ ആദ്യത്തെ സംഗീതം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 2:23. അതെങ്ങനെയാണ്? മനസ്സിലായില്ല? ഇല്ല, പറഞ്ഞാൽ ഹീബ്രുവിലാണ് പറഞ്ഞത്. അത് പറഞ്ഞാൽ നീ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസമാകുന്നു എന്ന് ആദ്യം ആദാം പറഞ്ഞില്ലേ? അതാണ്. അത് വശ്യ രാഗമായ മോഹനത്തിലാണോ ആദാം പാടിയത് എന്നത് എനിക്ക് സംശയം. ഒരു മാത്രം വലിയ പാട്ടാണ്. ശരിയല്ലേ? ഞാൻ പാടുന്നുണ്ട്. അദ്ദേഹം ആദ്യമായിട്ട് അവരെ കണ്ടപ്പോൾ ആവർത്തനത്തിന്റെ ഗസലാണ് ഉപയോഗിച്ചത്. അവരെ നല്ലൊരു ഗാഠമെന്ന് ദൈവം കൊടുത്തു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ വൈകുന്നേരം ഒരിക്കലും സ്വന്തം രാവിലെ ഉദ്ദേശിച്ചു. അതോ ആകാശത്തിൽ വീണ് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രം താഴേക്ക് വീണു. തിളങ്ങുന്ന കല്ലുകൾ, ചുവന്ന ചുണ്ടുകൾ, നീളമുള്ള മുടി, നീളമുള്ള മൂക്ക്, മാർദ്ദവമായ ശരീരം, വ്യത്യസ്തമായ ശബ്ദം. അവളെ കണ്ട് നിർനിമേഷമായി നോക്കി നിന്ന് ആദാമിന് പാടുവാനില്ലാതെ മറ്റൊന്ന് ചെയ്യുവാൻ കഴിയും. ഒരൊറ്റ പാട്ടാണ്. എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസം. ശരി, പക്ഷെ അടുത്ത സംഗീതമുണ്ട്. അത് 4-ാമത്തെ കാര്യമാണ്. അതാരാണ്? ആദാമിന് ദൈവം ഒരു കാര്യം കൊടുത്തു, ലാമേക്ക് രണ്ടുപേരെ എടുത്തു. അങ്ങനെയുള്ള വായിക്കുന്നത്. കാരണം 3-ാമത്തെ കാര്യത്തിൽ പാപം വന്നില്ല. ഉൽപ്പത്തി പുസ്തകം ഇവർ രണ്ടുപേരെ എടുത്തിട്ട് അവൻ പറയാണ്, ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആനയും ശില്പയുമായുള്ളവരെ എന്റെ വാക്കുകൾ പേര്. ലാമേക്കും ഭാര്യമാരെ എന്റെ വചനത്തിൽ ചെക്ക് തരുവിൻ. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും ഞാൻ കൊല്ലും. കൊലപാതകം, മുറിവ്, അടി, ഇടി, ശതം, ഭാഷമാനം. ഭാഷമാനക്കാരുടെ 3-ാമത്തെ അധ്യായത്തിൽ പാപം വന്നു. 2-ാമത്തെ അധ്യായം ദൈവം, പുരുഷൻ, സ്ത്രീ, സ്നേഹം, വികാരം. 2-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ പാപം. 4-ാമത്തെ അധ്യായത്തിൽ ക്രോധം, വിദ്വേഷം. I will revenge. ഞാൻ നിന്നെ കാണിക്കാം. രക്തച്ചൊരിച്ചിൽ, മരണം, ഇതൊക്കെയാണ് 4-ാമത്തെ അധ്യായത്തിൽ. ലോകത്തിലെ ഒരു സംഗീതം. ഏത് വികാരത്തിലാണ് നിങ്ങൾ പാടുന്നത്? സാധാരണ വികാരം കൊണ്ടല്ലേ നമ്മളെല്ലാം പാടുന്നത്, അല്ലേ? ഞാനൊരിക്കലും പാട്ടിന് വർഷങ്ങൾ ലാസർ മരിച്ചവനായിരുന്നു,
അങ്ങനെ പാട്ടുണ്ട്. അപ്പോൾ കൊച്ചിനെ പോലെ പാടുന്ന നമ്മൾ വളരെ എക്സ്പ്രഷൻ ഒക്കെ പറഞ്ഞു. അതങ്ങനെ പറഞ്ഞു അതായത് ആ വികാരം നമ്മളോട് കൊച്ചു പറയും ലാസർ മരിച്ചവനായിരുന്നു മാറ്റം വെച്ചിരുന്നു. ഞാൻ പറഞ്ഞു എന്താ ചോദിച്ചാൽ നമ്മൾ പാടുന്ന പാട്ടിന് ആർക്കോ വേണ്ടി യാന്ത്രികമായിട്ട് പാടുന്നതല്ല. My heart, my soul, my emotion is one with God. എല്ലാവരും കണ്ണു നടക്കാം, കണ്ണു നടക്കാം. എന്തൊരു വികാരം! എനിക്കത് വിളച്ചാലല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലൊന്നും അറിയുന്നില്ല. ഇന്ന് രാവിലെ ഇവിടെ ജോസ്പത്തിൽ എന്നെ പാട്ട് പാടിയിട്ടുണ്ട്. എന്നോടുള്ള മനസ്സ് അത് ഏത് സമയത്ത് പാടിയാലും ഇവിടെ വല്ലാത്ത ഫീൽ ചെയ്യും. എൻ്റെ സംഗീതം എൻ്റെ വികാരമാണ്. കാശ് കൊടുത്ത് പാട്ടുകാരനെ വിളിച്ച് പാടി അവരാ ലിറിക്സ് നോക്കി മ്യൂസിക്കിന്റെ ട്രാക്കായിട്ട് പാടിച്ചു ആ പാടുന്ന വരികളും അങ്ങോട്ട് യാതൊരു ബന്ധമുണ്ട്. പക്ഷെ ക്രിസ്ത്യൻ മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ വികാരം. ഇതെന്റെ സാക്ഷ്യമാണ്, ഇതെന്റെ ജീവിതമാണ്. ബസ്സൊക്കെ ഞാൻ പാട്ട് ഉയരുള്ള നാൾ വരെയും ശ്വാസം നിലയ്ക്കും വരെയും അതിമാരിലേക്ക് പല സ്ഥലങ്ങളിൽ പാടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ദിസ് ഈസ് മൈ ടെസ്റ്റിമണി. ഇത് എന്റെ സാക്ഷ്യമാണ്. ഉയരുള്ള നാൾ വരെയും ശ്വാസം നിലയ്ക്കും വരെ ഉച്ചത്തിൽ ഞാൻ പാടുക. ഞാൻ പാടും. ഞാൻ ഈ സംഗീതത്തോട് ഇച്ചിരി അസ്കേതമുള്ള ആളാണ്. സംഗീത അസ്കേതമുണ്ട്. പക്ഷെ ആയിരിക്കും ഉച്ചത്തിൽ ഞാൻ പാടുക. ഉച്ചത്തിലുള്ള വേണ്ടാത്ത ഉച്ചത്തിൽ ആർത്തു ഘോഷിക്കുക. പെരുവെള്ളത്തിൽ വിരച്ചിൽ നല്ല അതെന്റെ വികാരമാണ്. ഞാൻ അറിയായിരുന്നു ഒന്ന് സംഗീതം എന്റെ വിളിയാണ്. മ്യൂസിക് ഈസ് മൈ കോൾ ആൻഡ് മ്യൂസിക് ഈസ് മൈ ഇമോഷൻ. സംഗീതത്തിന്റെ വികാരമാണ്. മൂന്ന് സംഗീതം എന്റെ സന്തോഷമാണ്. വേദത്തിൽ നമ്മൾ വായിക്കുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ കഷ്ടമനുഭവിക്കുന്ന പ്രാർത്ഥിക്കട്ടെ, സുഖം കിട്ടുന്ന പാട്ട് പാടട്ടെ. പല വാക്യങ്ങൾ സംഗീതവും സന്തോഷമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിന്റെ ശരണം പാടിക്കുന്നവരെല്ലാം സന്തോഷം. നീ എന്നെ പാലിക്കുന്നവർ എപ്പോഴും ആനന്ദിച്ചാകും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ ഉല്ലസിക്കും. സംഗീതം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും. അത്ഭുതമായിട്ടുള്ള ഞാൻ നിന്റെ നാമത്തെ കീർത്തിക്കും. വിഷാദം ഹൃദയത്തിൽ പാട്ട് പാടുന്നവർ ശീതകാലത്ത് വസ്ത്രങ്ങളെന്ന പോലെയും ഇലക്ഷണത്തിന്മേൽ ചോർക്ക പകരുന്ന പോലെയുമാണ് സദൃശമാക്കി നിർബന്ധം. ക്രിസ്ത്യനികൾക്ക് സന്തോഷമില്ലാത്ത എന്താണോ? ചില ആൾക്കാരുടെ മോഹങ്ങളുണ്ടല്ലേ, എന്തില്ല സന്തോഷം. പ്രത്യേകിച്ച് മലയാളം എല്ലാ ഭാഷകളെ വെച്ച് വളരെ എക്സലന്റ്. മലയാളം കേൾക്കുന്നുണ്ട്. ജീവിതത്തിൽ ഇത്രയും നെഗറ്റീവാണ്. നമ്മുടെ മുഖത്തില്ല ഒരു സന്തോഷം. സന്തോഷത്തിന്റെ പ്രതീകമാണ്. ഏതെങ്കിലും ഒരു ഭാഗം ജീവിതത്തിലുണ്ടോ? പക്ഷെ നൂറ്റുപേരുടെ മുഖത്തില്ല. എനിക്ക് പരിചയമുള്ള അച്ഛൻ വളരെ ഗതക പേരാണ്. വളരെ പറയുന്നുണ്ട് എന്നോട് ഭാഗ്യം ശേഷം കുറച്ച് പരിചയം വളരെ രസീകരമാണ്. അപ്പൊ ഞാൻ എനിക്ക് വിളിച്ചു ഫ്രീഡമോടെ എന്നോട് പറഞ്ഞു അച്ഛൻ്റെ മോന്താണ്ട് ഒറ്റ മനുഷ്യനെ ചെയ്യപ്പെടത്തില്ല. കാരണം രക്ഷിക്കപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവം എന്റെ പിതാവാണ്, സ്വർഗം എന്റെ ഭാരമാണെന്ന് ചിന്തിക്കുന്ന അച്ഛൻ്റെ മുഖം എങ്ങനെയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ എനിക്ക് വേണ്ട എന്നാണ് പറയുന്നത്. ആ മുഖം മാത്രമല്ല. അതുകൊണ്ട് നമുക്ക് അനേക പാട്ടുകൾ സന്തോഷം വന്നല്ലോ, സന്തോഷം പോയല്ലേ, ക്രിസ്തീയ ജീവിതം സന്തോഷം.
ആശ്രയം ചിലർക്ക് രഥത്തിൽ, വിശ്രമം ആനന്ദം. ആനന്ദമേ നിങ്ങൾ ചുമ്മാ നോക്കി. ആനന്ദം, ആഹ്ലാദം, ആമോദം, സന്തോഷം എന്നുള്ള വാക്കിന്റെ പര്യായങ്ങൾ നോക്കിയിട്ട് 100 കണക്കുകൾ. Because it gives joy to sing for the Lord. പ്രധാനപ്പെട്ട വാർത്ത എന്തൊരു സന്തോഷമാണ്. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുഖത്ത് തന്നെ വരട്ടെ. മ്യൂസിക് ഈസ് മൈ ജോയ്. നാലാമതായിട്ട് സംഗീതത്തിന്റെ ആരാധനയാണ്. നമുക്കറിയാം, ഈ ആരാധന ആദ്യം ആരംഭിക്കുന്നത് പുറപ്പാട് 15:1 ഇസ്രായേൽ മക്കൾ കുഞ്ഞാടിന്റെ രക്തത്താൽ വെടിവെക്കപ്പെട്ട് അവർ ചെങ്കടൽ കടന്ന്. ഇവിടെ നമ്മൾ വായിക്കുന്ന ഇസ്രായേൽ മക്കളും മോശെ ഇസ്രായേൽ മക്കളും അവനെ യഹോവയ്ക്ക് കീർത്തനം പാടി ചൊല്ലിയതെന്നോ, ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും, അവൻ ഓടും, കുതിരയും അതിന്മേലിരുന്നവരെയും കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. 20-ാം വാക്യം, അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചക കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകൾ. ആണുങ്ങളുടെ ഉത്സവം, പെണ്ണുങ്ങളുടെ ഉത്സവം. 6 ലക്ഷം പുരുഷന്മാർ, അവരുടെ ഭാര്യമാർ, അവരുടെ കുഞ്ഞുങ്ങൾ, ജനറേഷൻ. ആദ്യത്തെ വലിയ സംഭവക്കാരൻ. എന്താ കാരണം? ഞങ്ങൾ വിടുവിക്കപ്പെട്ടവരാണ്. We are washed by the blood of Jesus. We are redeemed from the freedom, from the slavery of Egyptians. എനിക്ക് പാടാതിരിക്കാൻ കഴിയില്ല. രക്ഷിക്കപ്പെട്ടതിന് പാടാതിരിക്കാൻ പറ്റത്തില്ല. അവരെന്താ പറയാറില്ല? യഹോവേ ദേവന്മാരെ നിനക്ക് തുല്യനാണ്. വിശുദ്ധിയും മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാണ്. സി സ്വർഗത്തിൽ വാഴുന്ന ദൈവമേ, നിന്നോട് തുല്യനാരുമല്ല. You're the only one, holy, merciful and mighty. We come before and worship you, oh Lord. Oh, you are the only one. Oh, you are the only one. Oh, you are the only one. You are the only one. You are a unique God. No one compare. ആരാധന എന്ന് പറഞ്ഞാൽ എന്റെ ദൈവം മാത്രമേ, അവൻ മാത്രം സ്തുതിക്കുന്നു, അവൻ മാത്രം എന്നെ രക്ഷിക്കുവാൻ ശക്തിയുണ്ട്, അവൻ മാത്രം നിത്യൻ, അവൻ മാത്രം സത്യവാൻ, അവൻ മാത്രം ജീവിക്കുന്നു, അവൻ മാത്രം പ്രാർത്ഥന കേൾക്കുന്നവൻ. ആരാധന ശക്തിയും ധനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യമാണ്. എല്ലാവരും ഒരുമിച്ച് ആരാധിക്കുന്നത് സ്വർഗത്തിലെ ആരാധന. അവരുടെ കാരണം എന്താ? ബിക്കോസ് ദ ലാൻഡ് ഈസ് ഫ്രീ. അവിടെ ആരാധനപ്പെട്ടു, ഇവിടെയും ആരാധനപ്പെട്ടു. ആരാധിക്കുക എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവന്റെ അവകാശമാണ്. പാപത്തിൽ ബോധിക്കപ്പെട്ടു. ഞാൻ ഈ ഇടയ്ക്ക് ഈ സാൻസിബാർ എന്ന സ്ഥലത്ത് പോയി. അവിടെ ബഗമോയോ എന്നുള്ള സ്ഥലം, അത് ടാൻസാനിയാണ്. ഈ ടാൻസാനിയ ചെന്നപ്പോൾ അവിടെ അടിമകളെ സൂക്ഷിക്കുന്ന സ്ഥലത്തുണ്ട്. അടിമകളെല്ലാം കഴുത്തിൽ ബെൽറ്റിട്ടിട്ട് കമ്പിയിട്ടിട്ട് 3 മാസം 6 മാസം നടത്തിക്കൊണ്ടുള്ള ഒരു സ്ഥലത്താണ്. അത് കടൽ തീരമാണ്. അടിമകളെ അന്ന് കെട്ടാൻ ഉപയോഗിച്ച ചങ്ങലകളെ സൂക്ഷിച്ച റൂമുകളെല്ലാം ഉപയോഗിക്കുന്നു. വളരെ വിഷം, പിന്നെ വാക്ക് വളരെ നിർദ്ദേശിച്ചു. ഈ അടിമകളെ ചന്തയിൽ മൃഗങ്ങളെ കൊണ്ടുവന്ന പോലെ കൊണ്ടുപോയിട്ട് കുറെ പേർക്ക് മരിച്ചു, കുറെ കാശ് പിടിക്കാനെല്ലാം തള്ളിയെടുക്കും.
സ്വാതന്ത്ര്യം, എന്തൊരു മോചനം, എന്തൊരു സന്തോഷം. പ്രിയമുള്ളവരെ, നമ്മുടെ ഗീതം ആരാധനയുടെ ഗീതം, വീണ്ടെടുക്കപ്പെട്ട ശബ്ദമാണ് ഓരോ സ്തുതിഗീതം. അഞ്ചാമതായി, സംഗീതം എൻ്റെ സന്ദേശമാണ്. മ്യൂസിക് ഈസ് മൈ മെസ്സേജ്. അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ പൗലോസും ശീലാസും ജയിലിൽ കിടക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ട് കായികകാരും കാലത്തിലിട്ട് കൂട്ടി അവർ രാത്രി ദൈവത്തെ പ്രാർത്ഥിച്ച് പാടി. നമ്മൾ വായിക്കുകയാണ്, തടവുകാർ ശ്രദ്ധിച്ചോണ്ട്, തടവുകാർ ശ്രദ്ധിച്ചോണ്ട്. We are people with one audience. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങൾ പാടുന്നത് പക്ഷേ 100 പേര്, 1000 പേര്, 10,000 പേര് മുമ്പിൽ ഇരിക്കുന്നുണ്ടാവും. But there is one audience that you need to pay attention to. God. God is your primary audience. We are singers for one audience. ഒരൊറ്റ കേൾവിക്കാരാണ് നമുക്ക് ആദ്യമുള്ളത്. അത് നമ്മുടെ കർത്താവാണ്. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പാടുന്നതിനിടയിൽ ദൈവം നമ്മൾ പറയാം, ഇതെന്താ പാടിയത്? കർത്താവേ, നിന്നെക്കുറിച്ചാണ് പാടിയത്. എന്നെക്കുറിച്ച് നീ എന്താ പാടിയത്? തത്വവിത്വാമുനിയെ സ്വർഗ്ഗലോകക്കനിയെ ദാസർക്കഭീഷ്ടദേവം മന്ദാരനാം കനിയെ. ഇങ്ങനെ പറഞ്ഞാൽ അർത്ഥം അതൊരു സൺഡേ സ്കൂൾ പരിശീലന മത്സരത്തിൽ പാടിയപ്പോൾ ഞാൻ വെച്ചോണ്ട് ഞാൻ അർത്ഥം എന്താ പറയുന്നത് ചോദിച്ചു. പറഞ്ഞു, അറിഞ്ഞില്ല. ഭൂപതിമാർ രാജാവ് കേട്ടോ, രാജാവാണ് ഭൂപതിമാർ. ഓക്കെ, ഈ പറയാം ഭൂപതിമാർ രാജാക്കന്മാരെല്ലാം മുടിഞ്ഞു പോകണേ, കർത്താവ് അത് നന്നായി അറിയാം. നിങ്ങൾ തിന്നാലും കുളിച്ചാലും പാട്ടിനെ ഇൻക്ലൂഡ് ചെയ്താലും സകലവും നിങ്ങൾ ചെയ്യുന്നൊക്കെ മനുഷ്യർക്കെന്നല്ല, കർത്താവിനെ പോലെ മനസ്സോടെ ചെയ്യും. ഇതിന്റെ പൗലോസയാണ് അവകാശമെന്ന പ്രതിഫലം. ഇവിടെ എത്ര നിരാശയായിരിക്കും. എന്റെ ബദലെ ഞാൻ ഈ ഫ്രൂട്ടൊക്കെ ഇത്രയും വർഷമായി ഒരു വീടില്ല, കാറില്ല, ഒന്നുമില്ല. നീക്ക് ഇവിടെ കടമുള്ള കടമുള്ള ആൾക്കാർ ഒത്തിരി കടം ഒന്നുമില്ല. ഞാൻ ഒത്തിരി കാലം പാടും. കോവിഡ് കാലത്ത് കീബോർഡിൽ നിന്ന് പ്രോഗ്രാമുകൾ ചെയ്യുന്നത് ഞാൻ നല്ല കാലല്ല. ഞാൻ വീട്ടിൽ ബേസിക് കാലല്ല. എന്നെ ആരും വിളിച്ചു പോലും ഈ കാലം ഒരു മിഷണറിയെ കുറിച്ച് കേട്ടു. അദ്ദേഹം 20 വർഷങ്ങൾ ആഫ്രിക്കയിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിട്ട് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് തിരികെയാണ്. ഇംഗ്ലണ്ടിലേക്ക് തിരികെ വന്നപ്പോൾ അദ്ദേഹം ദൂരെ നോക്കിയപ്പോൾ ഒരു വലിയൊരു കൂട്ടം ആളുകൾ അവിടെ നിൽക്കുന്നു. കപ്പലിൽ തന്നെ അദ്ദേഹത്തെ കാണാം. വലിയൊരു കൂട്ടം ആളുകൾ കരയിൽ നിൽക്കുന്നു. ചിലരുടെ കയ്യിൽ ഈ കപ്പൽ അധികം പറയാൻ മനസ്സിലായി. ചിലരുടെ കയ്യിൽ കുമാരിയുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ അദ്ദേഹം 20 വർഷത്തിന് ശേഷം എൻ്റെ നാട്ടിലേക്ക് ഞാൻ വരുമ്പോൾ എന്നെ സ്വീകരിക്കാൻ വേണ്ടി കുമാരി ഒക്കെ എന്നെ മാനിച്ചതിനുള്ള നന്ദി. ഞാൻ ആരും വന്നാലും ശുശ്രൂഷല്ലോ എന്നെ മാനിക്കാൻ വേണ്ടി ആളുകളെ സ്വൽക്കുട്ടികളെ വളരെ വളരെ നന്ദിയുള്ളവരായിട്ട് അദ്ദേഹം കപ്പൽ നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയല്ല, റോയൽ ഫാമിലിയിൽ 4 കപ്പലുണ്ടായിരുന്നു. ആ വ്യക്തിയെ സ്വീകരിക്കാൻ വേണ്ടി അത്ര ആൾക്കാരെ പൂമാലയും ചൊല്ലുമായിട്ട് നിന്നത് വളരെ വിഷമം. കർത്താവിനെ 20 വർഷം പേർത്ത് കഷ്ടപ്പെട്ടു ഞാൻ അധ്വാനിച്ചിട്ട് എന്നെ ഒരു ആശ്വാസമാക്കി ഒന്ന് എൻകറേജ് ചെയ്യാൻ എന്നെ സ്വീകരിക്കാൻ ഒറ്റ മനുഷ്യൻ വരുന്നില്ല. ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ വന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സംസാരിച്ചത് എന്റെ പ്രിയമകനെ നീ ഇതുവരെ മകനെല്ലാം വീടുണ്ട്. നമ്മളെല്ലാം പോകുമ്പോൾ ഒരു വീട്ടിലേക്കാണ്. അവിടെ നമ്മൾ കാത്തിരുന്ന അപ്പനുണ്ട്. അപ്പൻ്റെ പേര് നമുക്ക് തരുവാൻ പ്രതിഫലമുണ്ട്. Sing to the Lord because this is my God, this is my emotion, this is my joy, this is my worship, and this is my message. എൻ്റെ വിളിയാണ്, എൻ്റെ വികാരമാണ്, എൻ്റെ സന്തോഷമാണ്, എൻ്റെ ആരാധനയാണ്, എൻ്റെ സന്ദേശമാണ്. Keep singing. God is listening. Keep singing. A war, a desperate war is waiting for you. നശിക്കുന്ന ഒരു ലോകം നിങ്ങളുടെ ശബ്ദത്തെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതിനുവേണ്ടി CMF ഒരു മുഖാന്തരമായി തീരട്ടെ എന്നുള്ള ആശംസയോടുകൂടി എൻ്റെ
വാക്കുകളെ സ്തുതിക്കുന്നില്ലേ?